നമസ്കാരമുണ്ട് കേട്ടോ, പ്രിയപ്പെട്ടവരെ, നമസ്കാരമുണ്ട്. വലിയ വലിയ വിശേഷങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. പറഞ്ഞു വരുന്നതേ, ഇപ്പം നമ്മുടെ നാട്ടിലെ ആ കുംഭമേളയിലെ ആ വെള്ളാരം കണ്ണുള്ള സുന്ദരിനെ, ആ 17 വയസ്സ് തികയാത്തൊരു കുട്ടീനെ നമ്മുടെ ഇവിടുത്തെ ഉള്ള അളിയന്മാരൊക്കെ കൂടി കല്യാണം കഴിപ്പിക്കുകയുണ്ടായല്ലോ. അളിയന്മാരെന്ന് പറഞ്ഞാൽ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു ശിവൻകുട്ടി, പിന്നെ എ റഹീം, അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ, എന്തിന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ സാക്ഷാൽ MV ഗോവിന്ദൻ, ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ആ അമ്പലത്തിൽ വെച്ചിട്ട്, അതായത് അവിടെ നമ്മുടെ തലസ്ഥാന നഗരിയിലുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ഈ വെള്ളാരം കണ്ണുള്ള സുന്ദരീനെ, കുംഭമേളയിൽ മാല വിറ്റ് നടന്ന് ആ വെള്ളാരം കണ്ണുള്ള സുന്ദരീനെ ഒരുത്തൻ അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്നു. 17 വയസ്സ് മാത്രം പൂർത്തീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ 17 വയസ്സിലേക്ക് എത്തുന്ന ആ കുട്ടീനെ പ്രലോഭനങ്ങൾ നടത്തി പിടിച്ചുകൊണ്ടുവരുന്നു. അയാളുടെ പേര് മുഹമ്മദ് ഫർഷൻ എന്നുള്ള പേരാണ്. അപ്പോൾ ഈ ഫർഷാൻ ഈ കുട്ടിയെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുന്നു, സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നു. അങ്ങനെ ഇവരായിട്ട് പ്രണയത്തിലാവുന്നു. പ്രണയത്തിലായി കഴിഞ്ഞപ്പോൾ ഇവർ കല്യാണം കഴിക്കാൻ വേണ്ടി മധ്യപ്രദേശിൽ നിന്ന് ഓടി ഇവിടെ എത്തിയതാ. അപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്പലത്തിലെ പൂജാരിയോ അല്ലെങ്കിൽ ഏതോ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരാൾ ഈ CPM-ലെ സമുന്നതരായ നേതാക്കളെയൊക്കെ വിളിച്ചു പറഞ്ഞു, റഹീമിനെ വിളിച്ചു പറഞ്ഞു, അതുപോലെ കടകംപള്ളിനെ, MV ഗോവിന്ദനെയും ശിവൻകുട്ടീനെയൊക്കെ വിളിച്ചു പറഞ്ഞു. ഞൊട്ടിയിട കൊണ്ട് ഇവരൊക്കെ പാഞ്ഞ് ക്ഷേത്രത്തിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും കരുതി ഇത് എന്താ കഥ, MV ഗോവിന്ദനും ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനൊക്കെ അമ്പലത്തിൽ തൊഴാൻ വരികയെ. എന്നാൽ തൊഴാൻ വന്നതല്ല കേട്ടോ. ഒരിക്കലും അമ്പലത്തിൻ്റെ പടിക്കെട്ടി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത ആളുകളാണല്ലോ ഇവരൊക്കെ. അവർക്ക് വിശ്വാസമില്ലാതെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അമ്പലത്തിൻ്റെ നടക്കെ ചെന്ന് നിന്നിട്ട് തീർത്ഥം കൈ കൊടുത്തിട്ട് അത് ചുണ്ടോട് അടുത്തേക്ക് കുടിക്കാൻ വേണ്ടി, തീർത്ഥം നുകരാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ആളുകൾ ശ്രദ്ധിക്കണമെന്നുണ്ട്. ഇപ്പോൾ കുടഞ്ഞ് സാനിറ്റൈസർ കുടഞ്ഞു കളയണ പോലെ കുടഞ്ഞു കളഞ്ഞാൽ ചില മന്ത്രിമാർ, ചില വിദ്വാന്മാരെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള ചെയ്തികളാണ് ഇവർ CPM-കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്, പുരോഗമന പ്രസ്ഥാനക്കാർ. ഇവർക്ക് അതിൽ അമ്പലത്തിലൊന്നും താല്പര്യമില്ല. പക്ഷെ അമ്പലത്തിൽ ആരെങ്കിലും കയറണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവർ പോലീസിൻ്റെ യൂണിഫോം ഒക്കെ വെച്ചുകൊണ്ട് കൊണ്ടേ തൊഴിക്കോട്ടോ. ശബരിമലയിൽ അറിയാലോ, ശബരിമലയിൽ ആചാരവിരുദ്ധമായിട്ട് സ്ത്രീകൾ പ്രവേശനം ഞങ്ങൾ അനുവദിച്ചു കൊടുക്കും. ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാണ്ടിരിക്കുന്ന ഒരു പ്രശ്നമില്ല. അയ്യപ്പനായാലും കൊള്ളാം, ബാബരായാലും കൊള്ളാം, ഞങ്ങൾ അവിടെ കയറ്റി തൊഴുതിച്ചിരിക്കും. അതിനുവേണ്ടി ഞങ്ങൾ പോലീസിന്റെ യൂണിഫോം വരെ ആ പെണ്ണുങ്ങൾക്ക് ഊരി കൊടുത്ത് പോലീസിന്റെ എസ്കോർട്ടോടുകൂടി പാതിരാത്രിക്ക് അവിടെ ശബരിമലയിലെ നടയിൽ കൊണ്ടുവച്ച് നമ്മൾ തൊഴിപ്പിച്ചു. ആര്? പിണറായി വിജയൻ സർക്കാർ. അപ്പൊ അത്രത്തോളം സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീ സമത്വം പുലരാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് 2 വട്ടം എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഇവരെന്ത് ചെയ്തു? നമ്മുടെ മധ്യപ്രദേശിൽ നിന്ന് വന്ന് ഈ 17 തികയാത്ത ഈ പെൺകുട്ടിയെ, വെള്ളാരം കണ്ണുള്ള ഈ പെൺകുട്ടിയെ, കുംഭമേളയിൽ മാല വിറ്റ് നടന്ന് ലോകപ്രശസ്തി ആർജിച്ച പെൺകുട്ടിയെ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരുത്തൻ ഒളിച്ചു കടത്തി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഈ പെൺകുട്ടിയുടെ ആങ്ങളമാരായി നമ്മുടെ ശിവൻകുട്ടിയും റഹീമും കടകംപള്ളി സുരേന്ദ്രനും MV ഗോവിന്ദനൊക്കെ ആ സ്ഥാനത്ത് നിന്ന് വരൻ്റെ കൈ പിടിച്ചു, പെൺകുട്ടിയെ പിടിച്ചു കൊടുത്തു, മാല ഇടിയിച്ചു. അങ്ങനെ കല്യാണം ഗംഭീരമായിട്ട് നടത്തി. ഇപ്പതാ വെട്ടിലായിരിക്കണു. വെട്ടിലായിരിക്കണമെന്ന് പറഞ്ഞാൽ പോരാ, മധ്യപ്രദേശ് കോടതിയിൽ ഈ മുഹമ്മദ് ഫർഷാൻ കൊടുത്തിരുന്ന മുൻകൂർ ജാമ്യ ഹർജി അവർ തള്ളിക്കളഞ്ഞിരിക്കണു. അവർക്ക് പെൺകുട്ടിയുടെ വീട്ടുകാർ സമർപ്പിച്ച ഈ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫർഖാന്റെ കയ്യിൽ പെൺകുട്ടി പ്രായപൂർത്തിയായ പെൺകുട്ടിയാണെന്ന് പറഞ്ഞൊരു രേഖ ഉണ്ടാക്കിയിട്ട് ശിവൻകുട്ടിയും ഈ കടകംപള്ളി സുരേന്ദ്രനൊക്കെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ നിന്നത് എന്തിനു വേണ്ടിയിട്ടാ? നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണല്ലോ ഞങ്ങൾ. അപ്പോൾ അത് 2 മതത്തിലുള്ള ആളുകളെ തമ്മിൽ മതേതര നിലപാട് പുലർത്തുന്ന ഈ മുന്നണി കല്യാണം കഴിപ്പിക്കും. അത് മധ്യപ്രദേശിൽ നിന്നായാലും കൊള്ളാം, ഉത്തർപ്രദേശിൽ നിന്നായാലും കൊള്ളാം, ഇനിയിപ്പോൾ പഞ്ചാബിൽ നിന്നായാലും കൊള്ളാം. കേരളത്തിൽ ഇങ്ങോട്ട് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മതേതരം കാത്തു സംരക്ഷിക്കുന്ന ആളുകൾ, ആരെങ്കിലും എവിടെയെങ്കിലും കല്യാണം കഴിക്കാൻ മതേതര നിലപാടുകൾ എതിർപ്പുള്ള ആളുകളുണ്ടോ എന്ന് നോക്കി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോൾ അവരിങ്ങനെ വരണതേ മധ്യപ്രദേശിൽ നിന്ന്. അങ്ങനെ പിടിച്ച് കയ്യോടെ പിടിച്ച് അങ്ങോട്ട് മാലയിടിച്ചു, കല്യാണം കഴിപ്പിച്ചു. ഇപ്പോഴത്തെ ആ പുലിവാലായിരിക്കണു. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇവിടെ പോക്സോ കേസ് നടന്നിരിക്കുന്നു എന്നാണ് പറയണത്. മധ്യപ്രദേശിലെ മാണ്ഡലിക് കോടതി പ്രോസിക്യൂട്ടർ ഇക്കാര്യം കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു. പെൺകുട്ടിയുടെ സമർപ്പിച്ചിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിൽ നിന്നും അവർക്ക് പ്രായപൂർത്തി ആയിട്ടുണ്ടെന്ന് കാണുന്നില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെന്ന് പറയുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഭർത്താവിന് വിചാരണ വേളയിൽ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഹാജരാക്കാം, അത് പരിശോധിക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. അതായത് 17 വയസ്സ് തികയാത്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു കേസ് നിലനിൽക്കുമ്പോൾ ആ കേസ് തെളിയിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ അളിയന്മാരൊക്കെ മാല എടുത്തു കൊടുത്തവരും കളവക്കുറി തൊഴിച്ചവരും ഷർട്ടിന്റെ കൈ മടക്കി കൊടുത്തവരൊക്കെ ഇപ്പൊ എന്താ വെട്ടിലായിരിക്കണോ? യാതൊരു തർക്കവുമില്ല. കടകംപള്ളി സുരേന്ദ്രനും ശിവൻകുട്ടിയും റഹീമും MV ഗോവിന്ദനും ഒക്കെ ഇപ്പൊ പോക്സോ കേസിൽ അകത്ത് പോകേണ്ടി വരും. ആ കേസിന് കൂട്ടുനിന്നതിന്റെ പേരിൽ അകത്ത് പോകേണ്ടി വരുമെന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പുലിവാൽ കല്യാണം എന്ന് പറഞ്ഞ പോരാ, പുലിവാൽ കല്യാണമായി.
ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാതെ ഇനിയിപ്പോൾ രണ്ട് മതസ്ഥരായിട്ടുള്ള രണ്ടാളുകൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ, ആയവരാണെങ്കിൽ, കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ, എതിർപ്പുണ്ടെങ്കിൽ കല്യാണം നടത്തിച്ചു കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല എന്ന് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് വേണമെങ്കിൽ വിവക്ഷിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം. പക്ഷെ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല, പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തിലുള്ള കുട്ടിയല്ല. അപ്പോൾ ഇവർ ഹാജരാക്കുന്ന ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് വ്യാജമാണോ എന്നുള്ളത് തിരിച്ചറിയാനെങ്കിലും ഒരു ബോധം ഈ എം പി ഗോവിന്ദനും ഇവരൊക്കെ കാണിക്കണ്ടേ? അത് കാണിച്ചില്ല എന്ന് തന്നെയല്ല, ഭർത്താവ് ഒരുത്തൻ ഹാജരാക്കിയ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച്, ജനന സർട്ടിഫിക്കറ്റ് വെച്ച് കല്യാണം നടത്തി കൊടുത്തു. ഇപ്പം എന്താ, പ്രായപൂർത്തിയാവാത്ത കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചു, ആ കുട്ടി പിന്നീട് ഗർഭിണിയാണെന്നൊക്കെ കണ്ടു. അങ്ങനെയാണെങ്കിൽ പോക്സോ കേസായി. പ്രായപൂർത്തിയാകാതെ കൊച്ചിനെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചു, ആ കുട്ടി ഗർഭിണിയായെന്നൊക്കെ പറയുമ്പോൾ കേസിന്റെ തലം മാറും. അതിന് കൂട്ടുനിന്ന ആളുകൾ എന്ന രീതിയിൽ നാട്ടിലെ പൊതുപ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ, CPM-ന്റെ മന്ത്രി ആയിരുന്നവർ, MLA ആയിരുന്നവരെല്ലാവരും, മാതൃകാപരമായി നിയമം നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരായ ആളുകൾ, അവർ തന്നെ ഇവിടെ പോക്സോ കേസിന് കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ കട്ടായം അകത്തു പോകുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. മധ്യപ്രദേശ് കോടതി ഈ കേസിന് വിചാരണയ്ക്ക് എടുക്കുമ്പോൾ തീർച്ചയായും ഇവര് ആപ്പീസ് പൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇവർ കേസിൽ കുടുങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഈ ഫർഹാന് വേണ്ടി ജാമ്യം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മധ്യപ്രദേശ് കോടതി ഒരു കാരണവശാലും ഇവന് മുൻകൂർ ജാമ്യം കൊടുത്തിട്ടില്ല. ഈ മുൻകൂർ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കേസിന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ചാൽ കിട്ടുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല, നിയമപാലകരുടെ മുന്നിൽ വന്നില്ല. അങ്ങനെയുള്ള മുഹമ്മദ് ഫർഹാന് ഈ കേസിൽ ജാമ്യം കൊടുക്കാൻ സാധ്യമല്ല എന്ന് മധ്യപ്രദേശ് കോടതി അസന്നിഗ്ധമായി തീർത്തു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവിടെ വെട്ടിലായിരിക്കുന്നത് നമ്മുടെ മാല വിട്ട് നടന്ന പെൺകുട്ടിയുടെ അഭിനവ അളിയന്മാരാണ്. അളിയന്മാർ പുലിയവാൽ കല്യാണം നടത്തിയിട്ട് വെട്ടിലായിരിക്കുന്നു, പോക്സോ കേസിൽ അകത്തു പോകും. ഇനി ഈ കേസിൽ എന്താ നടക്കണേന്നുള്ള നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. അപ്പം അങ്ങനെ ആയിക്കോട്ടെ. ഇനി എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വരാട്ടോ. നമസ്കാരം.